ചൂട് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അബുദാബിയിൽ. അപ്പോൾ ഈ ചൂടത്ത് പുറത്ത് പോയിരിക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഐ ഹാവ് ടു ഡു ദ വീഡിയോ ടുഡേ. ഇരിക്കാൻ പോവാം ഇവിടെ കേട്ടോ. ലെറ്റ് മീ സിറ്റ്. പിന്നെയില്ലേ, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടേ. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ, മാർച്ച് 26-ാം തീയതി ആയിരുന്നില്ലേ. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഈസ്റ്ററിൻ്റെ അന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷം മുമ്പ് ഈസ്റ്റർ ഏപ്രിൽ 4-ാം തീയതി ആയിരുന്നിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഏപ്രിൽ 5-ാം തീയതി ആയിരിക്കില്ലല്ലോ, മാറി മാറി വരില്ലേ. ലൈക്ക് മാർച്ച് 26 ആയിരുന്നു അന്ന്. അമ്മയ്ക്ക് ഇങ്ങനെ പ്രസവവേദന തുടങ്ങി. എത്ര വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച പ്രസവവേദന തുടങ്ങി. അപ്പം ഇങ്ങനെ പ്രദക്ഷിണം പോവും. അമ്മയുടെ വീട് ഞാറക്കില്ല. അപ്പോൾ അവിടെ പ്രദക്ഷിണം പോവുമായിരുന്നു പള്ളിയിലെ. അപ്പോൾ ഈശോമിശിഹായുടെ രൂപം ഇങ്ങനെ കുരിശിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പം അമ്മ അമ്മ വേദന കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ഞാൻ വെളിയിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസവും അമ്മയ്ക്ക് വേദനയായിരുന്നു. സൺഡേ ഈസ്റ്ററിൻ്റെ അന്നാണ് അമ്മ എനിക്ക് ജന്മം നൽകിയത്. അന്നൊക്കെ പ്രസവം വീടുകളിൽ തന്നെയായിരുന്നു. 70കളിലല്ലേ, ആ സമയത്തൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും ഇതുപോലെ പൊട്ടിമുളച്ചിട്ടില്ല. ഡോക്ടേഴ്സൊക്കെ വീട്ടിൽ വരും. നമ്മൾ സ്പെഷ്യലായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിലേ എന്താ ഫീസൊക്കെ കൊടുത്തിട്ട് ഡോക്ടേഴ്സ് നമ്മളെ വീട്ടിൽ വന്ന് നോക്കുമായിരുന്നു. അമ്മയൊക്കെ അങ്ങനെയാണ് പ്രസവിച്ച്. അവരുടെ വീട്ടിൽ ഒരുപാട് പ്രസവങ്ങൾ നടന്നിട്ടുള്ള വീടാണേ. അപ്പോൾ അവിടെ ഒരു റൂം ഈ പ്രസവ മുറിയായിട്ട് അമ്മമ്മ സൂക്ഷിച്ച് വൃത്തിയാക്കി എപ്പോഴും വെക്കുമായിരുന്നു. കാരണം ഇത്ര മക്കളുള്ള കുടുംബമാണ്. 10-16 മക്കളുണ്ട് അമ്മയുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പല പ്രസവങ്ങളും അവിടെ നടന്നാണ്. അപ്പോൾ എന്നെ പ്രസവിച്ചത് ആ വീട്ടിൽ വെച്ചാണ്. ഡോക്ടർ അവിടെ വരികയാണ് ചെയ്തതെന്ന്. ഫ്രൈഡേ വന്ന് നോക്കി, സാറ്റർഡേ വന്ന് നോക്കി. പിന്നെ പിന്നെ എത്ര മണിയായിരുന്നു എൻ്റെ 11 മണി. അയ്യോ, ഞാൻ മറന്നുപോയി, എൻ്റെ സമയം മറന്നുപോയി. പക്ഷെ എല്ലാവരും പറഞ്ഞു ഈശോമിശിഹായി റിസറക്റ്റ് ചെയ്ത ദിവസമാണല്ലോ മോളുണ്ടായത്, ആശയെന്ന് എപ്പോഴും പറയും. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഈസ്റ്ററിൻ്റെ അന്ന് മാർച്ച് 26 തന്നെയായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനിയൊരു കാര്യം പറയട്ടെ. ഈ ഈസ്റ്റർ ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും പിന്നെ ഇപ്പം കഴിഞ്ഞ ഈദാണെങ്കിലും എല്ലാം നമുക്ക് ഒരു പ്രത്യാശയാണ് തരുന്നത് അല്ലേ, ഒരു ഹോപ്പാണ് അല്ലേ. ഓരോ ആഘോഷങ്ങളും നമുക്ക് ഹോപ്പാണ് നൽകുന്നത് അല്ലേ. നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം, നമുക്ക് എന്നും നന്മയുണ്ടാകണം എന്നൊക്കെയല്ലേ നമ്മൾ ഈ ആഘോഷങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നല്ലപോലെ ആഘോഷിക്കണം കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ ഓണത്തിനൊക്കെ അങ്ങനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ. അടുത്ത ഓണം മിക്കവാറും അങ്ങനെ ആവണം. അത് ഒന്നും പറയാൻ പാടില്ല എന്നാണല്ലേ. നമ്മൾ അടുത്ത ഓണം എങ്ങനെയായിരിക്കണം, അടുത്ത വിഷു എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയാതെ ഇപ്പോൾ ഇരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യമുള്ള ദിവസമായ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ടെസ, ഇന്നലെ ഞങ്ങൾ മൂവി കാണാൻ പോയി, വാഴ. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് ആ മൂവി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പം വന്നു കഴിഞ്ഞപ്പം അവരുടെ വീട്ടിൽ എനിക്ക് കുറച്ച് വെജിറ്റബിൾ സ്റ്റൂവും പിന്നെ കുറച്ച് ചിക്കനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഇന്ന് രാവിലെ അതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അപ്പവും പിന്നെ സ്റ്റൂവും നല്ല കോംബോ ആണല്ലേ ഈസ്റ്ററിൻ്റെ സമയത്ത്. ഞാൻ ഏറ്റവും ആദ്യം കുക്കിംഗ് പഠിക്കാൻ പോയ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് മട്ടൺ സ്റ്റൂ ആണ് പഠിച്ചത്. അപ്പോൾ അവർ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്നിട്ട് അവർ പറഞ്ഞു, ഇതേപോലെ യു ക്യാൻ മേക്ക് പൊട്ടറ്റോ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ എന്ത് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, മുട്ട സ്റ്റൂ, ഇതെല്ലാം ഇതേ പാറ്റേണിൽ അങ്ങ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ നമ്മളുടെ മനോധർമ്മം അനുസരിച്ച് അടുത്തത് പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ ഡിഷസ് വന്നിട്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരിയായ ടെസയുടെ വകയായിരുന്നു. താങ്ക് യു. ഞാൻ പറഞ്ഞുമായിരുന്നു, ഓൾറെഡി തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചായിരുന്നു. പിന്നെ എന്തായിരുന്നു, അതൊക്കെയാണ് എൻ്റെ കൊച്ചു വിശേഷങ്ങൾ. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യമായ കാര്യം നിങ്ങളോട് പറയണമെന്ന് ഓർത്താണ് ഇപ്പോൾ വന്നത് കേട്ടോ.
ഹോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ എപ്പോഴും ഒരു പ്രതീക്ഷ വേണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറയണമെന്ന് ഓർത്ത്. ചിലർ കേട്ടിട്ടില്ലേ, ഇനി എന്ത് പ്രതീക്ഷ. ഞാനിങ്ങനെ പണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നേ, കാട്ടുകോഴിക്ക് എന്ത് വിഷുവും സംക്രാന്തിയും എന്ന് ഞാൻ പറയുമെന്ന്. അതായത് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം ഞാനൊരു കുറച്ച് നല്ലപോലെ സംസാരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, കുറച്ച് വിവരമുള്ള, അതിനേക്കാളും വിവരമുള്ളൂ, നോക്കൂ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ പറയരുത്. നമ്മളെന്താ കാട്ടുകോഴിയാണോ അങ്ങനെ പറയാനായിട്ട്? നമ്മളെല്ലാ പഞ്ചേന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്ന മനുഷ്യരല്ലേ. അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ കാട്ടുകോഴിയോട് ഉപമിക്കണം എന്ന്? അത് എൻ്റെ കണ്ണ് തുറപ്പിച്ചു കേട്ടോ. ശരിയാണ്, ഐ ആം നോട്ട് എ കാട്ടുകോഴി അല്ലേ. എനിക്ക് എന്തെല്ലാമാണ് തന്നിരിക്കുന്നത്. ഇതിന് സ്കിൻ എങ്ങനെയാണ്? സ്കിൻ വന്നിട്ട് നല്ല പോലെ പ്രവർത്തിക്കുന്ന സ്കിന്നാണ് നമ്മുടെ. നിങ്ങൾക്ക് ആ ഏറ്റവും സ്കിൻ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു അനിമലിനെ പറഞ്ഞു തരട്ടെ. ആനയുടെ സ്കിന്നിൻ്റെ ആ ഒരു വൈഭവം ഉണ്ടല്ലോ, അതായത് ആനയെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് തടവിക്കൊണ്ടിരുന്നുണ്ടല്ലോ, ആന പറയുന്നത്, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, നമ്മളോട് സ്നേഹമായിരിക്കും. അത് മറക്കൂല. അതിൻ്റെ സ്കിന്നിൽ ആര് ടച്ച് ചെയ്താലും മറക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ ആനയെ വളയ്ക്കാനായിട്ടും ഈ പിടിയാനകളില്ലേ, കുങ്കിയാനെന്നോ എന്തോ പറയുന്നത്, ഇപ്പം ആനയെ കുഴിയിൽ വീണിട്ട് വാരിക്കുഴിയിൽ വീണ് കഴിഞ്ഞ് കയറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഫീമെയിൽ ആനകളെയാണ് ഉപയോഗിക്കുകയാണ്. ആ ആന പോയിട്ട് ഇങ്ങനെ തടവി എങ്ങനെയെങ്കിലും മറ്റേ ആന, അപ്പോഴേക്കും ആളുകളൊക്കെ ഇങ്ങനെ മണ്ണ് ഇടിച്ചിടിച്ചിടിച്ച് കൊടുക്കുന്നുണ്ടാവും വാരിക്കുഴിയിൽ നിന്ന്. അതിങ്ങനെ ഈ ആനയുടെ തടവിൽ കൊണ്ട് കയറി പോരുമെന്ന്. അതാ മനസ്സിലായ? അപ്പം അതായത് സ്കിന്നിൻ്റെ ടച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ആനയ്ക്കാണ്. പിന്നെ അടുത്തത് ഈ ബീസ് അങ്ങനത്തെ ഇല്ലേ, BEE ഹണി ബീ പോലത്തെയൊക്കെ, അതിന് ഭയങ്കരമായിട്ട് ഈ സ്മെല്ല് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പാണ് അത്ര ബീ. അവരുടെയും ആ ഘ്രാണശക്തി, പട്ടിക്കുണ്ട് എന്നാലും ഘ്രാണശക്തി ഇതുങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ വലിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കൂലേ, ലോട്ടസ് ഒക്കെ, അതിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് കുടിക്കും ഈ ഹണി. ആ ബീ അത് നക്കി കുടിച്ചുകൊണ്ടിരുന്ന് മത്ത് പിടിച്ച് അതിൽ ഇരുന്ന് പോകും. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഈ പൂക്കളെല്ലാം കൂടെ, താമരപ്പൂവിൻ്റെ ഇതളുകൾ കണ്ടിട്ടില്ലേ, അതിലെല്ലാം കൂടെ കൂമ്പി അങ്ങ് പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബീ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തുപോകും. കാരണം ഇതിൻ്റെ മണം പിടിച്ച് അവിടെ ചെന്ന് കുടിച്ചത് കൊണ്ടാണ് അത് മരിച്ചു പോയതെന്ന്. സോ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് വയറ് നിറഞ്ഞപ്പോൾ പുറത്തേക്ക് പറന്നു പോയായിരുന്നെങ്കിലോ, രക്ഷപ്പെടൂലായിരുന്നോ? അതേപോലെ ആന ഇതിൻ്റെ തടവൽ വിചാരിച്ച് മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കാതെ ഇരുന്നിട്ട് പിന്നീട് മുകളിലേക്ക് കയറി വന്നാൽ പോരായിരുന്നു. കയറി വന്ന ആളുകൾ ഓടിയനെ അല്ലേ. അതൊക്കെയാണ്. അപ്പം മയക്കിയെടുത്തു. ഇത് രണ്ടും മയങ്ങിപ്പോയി. രണ്ട് ശക്തികൾ കൂടുതലുള്ള ആൾക്കാരാണ്. അത് അവരുടെ അന്ത്യമായില്ലേ രണ്ടും. പിന്നെ ഒരെണ്ണം ലൈറ്റ് കണ്ടിട്ട് ഓടി വന്ന് വീഴുന്ന ഈയാമ്പാറ്റകളൊക്കെ ഇല്ലേ, അവർക്കും അതെ, കണ്ണ് അവിടെ നിന്ന് ദൂരേന്ന് അതിനെ ഇത് അട്രാക്ട് ചെയ്യും. അവരുടെ ആ ദൃഷ്ടി, അവരുടെ ആ കണ്ണിൻ്റെ പവർ കാരണമാണ് അവർ ആ വിളക്ക് നോക്കി ഇരുട്ടത്ത് വിളക്കിലേക്ക് വന്ന് വീഴുന്ന സ്വന്തമായിട്ട് കരിഞ്ഞു പോണത്. അപ്പോൾ അത് മൂന്നിന് നല്ല പവർഫുള്ളായിട്ടുള്ള 3 ഉപയോഗിച്ച കാരണം അവർക്കത് പറ്റി. അതേപോലെ ചെവി, ചെവി തന്നെയല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ? ഘ്രാണശക്തി അല്ല കേട്ടോ, ചെവി നായക്കാണ്. മണം പിടിക്കുന്നത് വരണമുണ്ടല്ലോ, വേറെ അതിനെന്താ പറയുക? അതിനെന്താ പറയുക, ഞാൻ മറന്നുപോയി, തെറ്റിച്ചോ ഞാൻ. മണം പിടിക്കുന്ന, അങ്ങനെ തന്നെ പറയുന്നത് നല്ലത്. അത് കൂടുതലുണ്ട് ഈ നമ്മുടെ നായകൾക്ക് അല്ലേ. ചെവിയുണ്ട്, മണം പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കമ്പയർ ചെയ്തത് കേട്ടോ നേരത്തെ. വേറൊരു സാധനം ഉണ്ടല്ലോ, മാൻ. സൗണ്ട് കേട്ടിട്ട് മാനിനെ ഇങ്ങനെ കിടകളാന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അത് വിചാരിക്കും ഏതോ മൃഗങ്ങളിങ്ങനെ കുടിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ് എന്ന് ഓർത്തിട്ട് അത് ഓടിച്ചെല്ലും അത്രേ. അവിടെ ആൾക്കാർ വെള്ളം ഇങ്ങനെ കിളുകിളുകളെന്ന് പറഞ്ഞ് പൊക്കി എടുക്കുന്നുണ്ടാവും അത്രേ. ആ സ്ഥലത്തിലേക്ക് ഓടി വരുമ്പോഴൊരു സൗണ്ട്, അതായത് കുടം വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ കിളുകിളുന്ന് സൗണ്ട് കേൾക്കുമ്പോഴല്ലേ മാൻ ഓടി ചെല്ലുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടുത്തെ വലയിൽ വീഴുവന്ന്. അപ്പം അതിന് ദോഷമായിട്ട് വന്നില്ലേ, കണ്ടില്ലേ 4 എണ്ണം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, മൂക്ക്, മണം, പിന്നെ എന്തൊക്കെയാണ്, ടേസ്റ്റിലാണ് ആ ഹണിയുടെ കാര്യം പറയേണ്ടിയിരുന്നത്. സോറി, ടേസ്റ്റിൽ മയങ്ങിപ്പോയത് കൊണ്ടാണ്. ചെവിയുടെ കാര്യത്തിൽ നമ്മൾ മാനിനെ പറഞ്ഞു. പിന്നെ എന്താണ് ഒരെണ്ണമുള്ളത്, അയ്യോ ഞാൻ മറന്നുപോയില്ല, ഞാനിത് 4 എണ്ണം ഓർത്ത് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പം ഇതൊക്കെ
കൂടുതൽ ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളും ഏറ്റവും കൂടുതൽ വർക്കാകുന്ന മനുഷ്യൻ എന്തുമാത്രം കൺട്രോളിൽ ജീവിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ മൃഗങ്ങൾക്കെല്ലാം ഇതിന് ഓരോന്നിനാണ് ശക്തിയുള്ളൂ. അത്രയും ഓരോ ശക്തികൾ വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും വളരെ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന് എങ്ങനെയാണ് കൺട്രോൾ ഇല്ലെങ്കിൽ നശിച്ചു പോകുന്നതെന്ന് കാണുന്നില്ലേ നമ്മൾ? അതിനൊരു ഉദാഹരണമാണ് രഞ്ജിത്ത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. രഞ്ജിത്തിൻ്റെ കഥ കണ്ടില്ലേ നിങ്ങൾ? എന്തെല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ ദൈവം അദ്ദേഹത്തിന്. നല്ല വാഗ്മിയാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ഒരു സംവിധായകനാണ്. 6-ാം തമ്പുരാനൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഒരു മാടമ്പിത്തരം അയാളുടെ ബ്ലഡിലുണ്ട് അല്ലേ? എങ്ങനെ അങ്ങനെ സാധിക്കുന്നത്? എത്രയോ പ്രായം കുറഞ്ഞ കുട്ടികളുടെ അടുത്തൊക്കെ അയാൾക്ക് എങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു വികാരം വരുന്നത് അല്ലേ? ഈ പ്രായത്തിലും എന്തോ അസുഖമുണ്ട് ഇതിന്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്? ഇറ്റ്സ് റോങ് നോ. അപ്പോൾ ഞാൻ എല്ലാവരും പറയാം അങ്ങനെ റോങ് ഇല്ലെന്ന്. ശരിയാണ്, റോങ് ആൻഡ് റൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതം കറക്റ്റായിട്ട് നേരെ രീതിയിൽ നമുക്ക് മനസ്സമാധാനത്തിന് പോകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ചെന്ന് പെട്ടാൽ നിയമത്തിൻ്റെ കൺമുമ്പിൽ റോങ് ആയിട്ട് മാറിയ സംഭവങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും അല്ലേ? ഇനി എന്തുമാത്രം കിടന്ന് പെടാപ്പാട് പെടണം അദ്ദേഹം ഈ പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കാതിരുന്നത് കൊണ്ടല്ലേ? കണ്ണുകൾ പോകേണ്ടടുത്തേക്ക് മാത്രം കണ്ണുകൾ പോവുക, കാതുകൾ ശ്രവിക്കേണ്ടത് മാത്രം ശ്രവിക്കുക, പറയേണ്ടവ മാത്രം പറയുക അല്ലേ? ആ മങ്കീസിനെ കണ്ടിട്ടില്ലേ? കാണരുത്, കേൾക്കരുത്, പറയരുത് എന്ന് പറയണ അത് കറക്റ്റാണ്. ചിലത് മാത്രം, അത് എന്നും മിണ്ടരുതെന്നല്ല, ചിലത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അത് ഞാൻ ഇന്ന് വായിച്ച ഒരു വരിയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയണം എന്ന് ഓർത്തത് കേട്ടോ. ഒരുപാട് സംസാരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കയറുക. എനിക്ക് ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടും പിന്നെ ഗുഡ് ഗേൾ ആകാൻ ശ്രമിച്ചത് കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിങ്ങളും ഒന്ന് ഇൻസ്റ്റഗ്രാം ഒരു ID എടുത്ത് അതിൽ കയറി നോക്കുക. അവിടെയും ഞാൻ പറയുകയാണ്, കാണാനും കേൾക്കാനും പറയാനും പാടില്ലാത്തതൊന്നും അവിടെയും പറയാൻ പാടില്ല, കേൾക്കാനും പാടില്ല. ആവശ്യമില്ലാത്തതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് പൈസ കൊടുത്ത് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കരുത്. ആവശ്യമില്ലാത്തത് ഫീഡ് ചെയ്യരുത് നമ്മുടെ ബ്രെയിനിലേക്ക്. ആവശ്യമുള്ളത് മാത്രം കാണുക കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ജനിച്ച എനിക്ക് ഇന്ന് ഒരു ദിവസം ഒരു റീസറക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയണ്ടേ നിങ്ങളോട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രം ശ്രവിക്കണം. ഞാൻ ആവശ്യമില്ലാത്തടത്തെല്ലാം പോയിരുന്ന എന്ന് പറഞ്ഞ് കഥകൾ കേൾക്കുമായിരുന്നു എൻ്റെ വലിയമ്മമാരുടെ ഇടയിലെല്ലാം ചെന്നിരുന്നിട്ട്. അതുകൊണ്ട് എനിക്ക് കുറേ ആവശ്യമില്ലാത്ത സ്റ്റോറീസ് ഉണ്ട്. ഇനി അത് തന്നെ എൻ്റെ ധൈര്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനോ അത് ഗുണകരമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ദോഷകരമായിട്ടുണ്ടെന്നുള്ളതിന് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലതൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാ കഥകളും നമ്മൾ അറിയേണ്ടതില്ല, എല്ലാ കഥകളും നമ്മൾ എല്ലാവരോടും പറയേണ്ടതുമില്ല. ഓക്കെ, സോ ശ്രീ സത്യസായി ബാബ പറഞ്ഞതുപോലെ ടോക്ക് ലെസ്, വളരെ കുറച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കൂ. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. താങ്ക് യു. ഞാൻ തന്നെ എഴുന്നേറ്റ് വന്ന് ഓഫാക്കണം, എൻ്റെ ഇത് കേടായിപ്പോയി.